മാപ്പ് പറഞ്ഞതല്ല, മാപ്പ് പറയിച്ചതാണ്. ബി.ജെ.പി. പ്രസ്ഥാനത്തിന് ശക്തമായ അടിവേരുകളില്ലാത്ത കേരളത്തിൽ പോലും ഒരു കലാകാരന്, അതും മോഹൻലാലിനെ പോലെ ലോകമെമ്പാടും ആരാധകരുള്ള മലയാള സിനിമയിലെ കരുത്തുറ്റ താരരാജാവിന് പോലും മുട്ടുമടക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ അധികാരം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഉത്തരേന്ത്യയായി കേരളം മാറാത്തത് എന്നത് സ്പഷ്ടമാണ്. ഇത്രയും കഴിവുള്ള ഒരു കലാകാരന് പോലും നിലനിൽപ്പില്ലാത്തപ്പോൾ സാധാരണക്കാരന് RSSന്റെയും ബി.ജെ.പിയുടെയും മുന്നിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? മുസ്ലിം സഹോദരങ്ങൾക്ക് ഇവർ കേരളത്തിൽ വന്നാൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? കലയെ കലയായി കാണാതെ ഒരു കലാകാരന് പോലും കേരള മണ്ണിൽ നിലനിൽപ്പില്ല എന്ന് പറയുമ്പോൾ വർഗീയത കേരളത്തിലും എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഗോകുലം ഗോപാലനെ പോലെ പ്രബലനായ ഒരു ബിസിനസ്സുകാരൻ, പല മേഖലയിലും പണം മുടക്കിയിട്ടുള്ള അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾക്ക് കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള സമ്മർദ്ദം ചെറുതായിരുന്നില്ല. കേന്ദ്ര ഏജൻസിയുമായി ഇടഞ്ഞുകൊണ്ട് ഒരു ബിസിനസ്സുകാരന് പ്രബലനായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് സാഷ്ടാംഗം വീണ് മോഹൻലാലിന് പോലും മാപ്പ് പറയേണ്ടി വന്നത്. അതിനിടയിൽ പൃഥ്വിരാജിനും എമ്പുരാൻ സിനിമയ്ക്കുമെതിരെ വീണ്ടും വർഗീയ പ്രചാരണങ്ങളുമായി RSS മുഖവാരിക ഓർഗനൈസർ. സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേരായ സയ്യിദ് മസൂദ് ഇസ്ലാമിക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി മസൂദ് അസറിന്റെയും ലഷ്കർ-ഇ-തായ്ബ തീവ്രവാദി ഹാഫിസ് സെയ്ദിന്റെയും പേരുകൾ കൂട്ടിച്ചേർത്തതാണെന്ന പുതിയ ലേഖനത്തിലെ ആരോപണം. രാജ്യവിരുദ്ധ ഹിന്ദുവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സിനിമ ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ട്. ഇത് ആദ്യമല്ല, ദീർഘകാലമായി മലയാള സിനിമാ മേഖലയിൽ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആശയ പ്രചരണത്തിന്റെ ഭാഗമാണിത് എന്ന് ലേഖനത്തിൽ പറയുന്നു. പൃഥ്വിരാജിന്റെ സിനിമകൾ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സിനിമയുടെ പിന്നിൽ അദൃശ്യമായ പിന്തുണകൾ ഉണ്ടെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. പൃഥ്വിരാജിനെ ഹിന്ദു വിരുദ്ധനെന്നും മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും ഓർഗനൈസർ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോപിച്ചിരുന്നു. വ്യാപക ആക്രമണങ്ങളെ തുടർന്ന് ചരിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മാപ്പ് പറഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ ലേഖനം. എന്നാൽ എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണെന്നും അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എമ്പുരാൻ സിനിമ വ്യാപക സൈബർ ആക്രമണം നേരിട്ടതിനു പിന്നാലെ ഇന്നലെ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്ന് അദ്ദേഹം കുറിച്ചു. ഈ ഖേദപ്രകടനമല്ലാതെ വേറെ വഴിയില്ല. എത്ര തായ്വേരുള്ള ബലമുള്ള മരമാണെന്ന് പറഞ്ഞാലും ബി.ജെ.പിയുടെ ആശയത്തെ എതിർത്തുകൊണ്ട് നിലനിൽപ്പില്ല. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വെട്ടിമാറ്റുക തന്നെ ചെയ്യും. പുറമെ ശാന്തമായി ബി.ജെ.പി ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് തന്നെ അടിയൊഴുക്കുകൾ അത്രമേൽ ശക്തമായി നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ ചുഴിയിൽപ്പെട്ട് പോവുക മാത്രമാണ് അവർക്കെതിരെ സംസാരിക്കുന്നവരുടെ അവസാന വിധി. ഇന്ന് മുറിച്ചുമാറ്റി എംബാം ചെയ്ത എമ്പുരാൻ പുറത്തിറങ്ങും. കൈയും കാലും കണ്ണും നാവും മുറിച്ചുമാറ്റി ഹിന്ദുമതത്തിൽ ചേർത്ത പുതിയ എമ്പുരാൻ.